അപ്പോൾ നിങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഇത്തരത്തിൽ മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു OTP സ്കാമിൻ്റെത് ഞാൻ സൈബർ വിങ്ങിലേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് അവരെ പിടിക്കപ്പെടുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യന്മാരല്ലേ, ചിലപ്പം നമ്മളെ കബളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിലകപ്പെടുന്ന ആളുകളല്ല നമ്മൾ എന്നുള്ളതാണ് ഇത് ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ജാഗ്രതയോടെ കൂടിയിട്ട് നിൽക്കുക. കുട്ടികളുടെ അടുത്തൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക. അവരൊക്കെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ചില സമയത്ത് ആഡിലേക്കൊക്കെ പോകുന്നുണ്ട്. ആഡിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നത്. എനിക്ക് ഏകദേശം 25ലധികം ആപ്പുകളിൽ നിന്നായിട്ടാണ് മെസ്സേജുകൾ വരുന്നത്. വാട്സപ്പിലേക്ക് വരുന്നുണ്ട്, അതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്, എനിക്ക് കോൾസ് വരുന്നുണ്ട്. ഞാനിതൊന്നും പിക്ക് ചെയ്യുന്നില്ല, അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തില്ല എന്നുള്ളതാണ്. അവർ ഈ ഒരു സമയത്ത് പോലും നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഞാനത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് ഇനി തിരിച്ചു വിളിക്കുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ധാരാളം മെസ്സേജുകളും കോളുകളും ഒരു സ്കാമായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്തരത്തിൽ ചെയ്യുന്നത്. എൻ്റെ നമ്പർ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്പറാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻ്റെ നമ്പറിലേക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചാലൊന്നും നമ്മുടെ ശബ്ദം അവിടെ നിലച്ചു പോകില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.